അഭിജിത്ത്, ഈ വടകരയിലെ പ്രചാരണം അത് സജീവമായിരുന്നു. സൈബർ പോരൊക്കെ നമ്മൾക്കറിയാം, ഒരു ഘട്ടത്തിൽ അങ്ങനെ പ്രചാരണം മാറിയതാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ പുതിയ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു കെ ശൈലജയ്ക്ക്. അതാണോ മണ്ഡലത്തിൽ ഇന്നത്തെ പ്രധാന വാർത്ത, അഭിജിത്ത്? ഉന്മേഷ്, മറ്റ് 19 മണ്ഡലങ്ങളിലും പൗരത്വ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും വടകരയിലെ നിലവിലെ ചർച്ചാ വിഷയം ഈ സൈബർ അതിക്രമവും അതുമായി ബന്ധപ്പെട്ട കേസും പരാതികളും വ്യക്തിഹത്യയും ഒക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നണികളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസമാണ് വാർത്താ സമ്മേളനം നടത്തി കെ ശൈലജ ചില വ്യാജ വീഡിയോവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അത് താൻ ഉന്നയിച്ചിട്ടില്ലെന്നും ചിത്രം മോർഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് താൻ പറഞ്ഞതെന്നും വ്യക്തമാക്കിയത്. പക്ഷേ ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു CPIM എന്നുള്ളതിന് തെളിവാണ് ഇന്ന് MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശം. അദ്ദേഹം പറയുന്നത്, ഇത്തരം ചില ക്ലിപ്പിങ്ങുകൾ, വ്യാജ വീഡിയോകൾ, ചില ചിത്രങ്ങളൊക്കെ തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിന്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദന്റെ വിമർശനം. ഇത്തരം ചില പ്രചാരണങ്ങൾ, ആസൂത്രിതമായ ആക്രമണങ്ങൾ കെ ശൈലജയ്ക്കെതിരെ നടക്കുന്നുണ്ട് എന്ന് MV ഗോവിന്ദൻ പറയുന്നു. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈബർ അതിക്രമത്തെ ചുറ്റിപ്പറ്റിയാണ് അവസാന ഘട്ടത്തിൽ ഈ വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരു വിഷയം, ഈ കെ ശൈലജയ്ക്കെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപത്തിൽ ഒരു കേസ് കൂടി പോലീസ് എടുത്തിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ സൈബർ പോലീസാണ് ഫേസ്ബുക്കിൽ റാണിയമ്മ എന്ന തരത്തിൽ പരാമർശം നടത്തിയെന്ന വിഷയത്തിൽ ഒരു കേസ് എടുത്തിരിക്കുന്നത്. റൂറൽ പോലീസ് സ്വമേധയാ എടുത്ത കേസാണിത്. മറ്റൊന്ന് ഉന്മേഷ് ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമാണ്, ഈ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട് കെ ശൈലജ തനിക്ക് എതിരെ നടത്തിയ ആരോപണത്തിൽ മറുപടി പറയണം, അതിന് മാപ്പ് പറയണം എന്ന തരത്തിൽ ഒരു വക്കീൽ നോട്ടീസ് ഷാഫി പറമ്പിൽ അയച്ചിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം നടത്തി മാപ്പ് പറയണം എന്നുള്ളതാണ് ഷാഫി പറമ്പിലിന്റെ ആവശ്യം. അല്ലാത്ത പക്ഷം താൻ തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ അയച്ച ആ വക്കീൽ നോട്ടീസിൽ പറയുന്നു. കൂടാതെ ഈ കോൺഗ്രസ് ഈ വടകരയിലെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ഈ വടകരയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അത് കൂടുതൽ ഈ വരും ദിവസങ്ങളിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കടക്കുന്ന സന്ദർഭങ്ങളിൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്നുള്ളതായിരുന്നു ഈ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഈ കോടതിയിൽ നൽകിയ ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ആ ഹർജി നിലവിൽ കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പാലനങ്ങളിൽ ഉറപ്പ് നൽകിയതോടുകൂടിയാണ് ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയത്. ഏതായാലും ഉന്മേഷ്, വടകരയിലെ ഈ ഒരു ഇലക്ഷൻ ശരി അഭിജിത്ത്, ഏതായാലും വടകരയിൽ നമ്മൾ കണ്ട സൈബർ പോര്, അതിന് തൊട്ടു പിന്നാലെ വന്ന പരാതികൾ, ആ നിലയ്ക്ക് ഇപ്പോഴും മാറ്റമില്ല എന്ന് വ്യക്തമാകുന്നു.